നമസ്കാരം. റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വാഷിംഗ്ടണിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഓവൽ ഓഫീസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച പരാജയപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണിത്. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് തിങ്കളാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുമെന്ന് സെലൻസ്കി അറിയിച്ചു. അലാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ വിഷയത്തിൽ വെടിനിർത്തലിൽ ധാരണയായിരുന്നില്ല. ഇതിന് പിന്നാലെ സെലൻസ്കിയുമായി ട്രംപ് വിശദമായ ചർച്ച നടത്തി. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന സംഭാഷണത്തിൽ വെടിനിർത്തലിനേക്കാൾ സമഗ്രമായ സമാധാന കരാറാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് സെലൻസ്കിയെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അലാസ്കയിൽ നിന്നും മടങ്ങുന്ന വഴിയാണ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റുമായും മറ്റു യൂറോപ്യൻ നേതാക്കളുമായും സംസാരിച്ചത്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ക്രിയാത്മക സഹകരണത്തിന് തയ്യാറാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. പുടിനായി ഒരു ദ്രുതഗതിയിലുള്ള സമാധാന കരാറിന് ശ്രമിക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം അദ്ദേഹം പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. യുക്രൈൻ, റഷ്യ, അമേരിക്ക എന്നിവർ ഉൾപ്പെട്ട ഒരു ത്രികക്ഷി യോഗം നടത്താനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തെയും സെലൻസ്കി പിന്തുണച്ചു. സമാധാനം കൈവരിക്കാൻ പരമാവധി ശ്രമിക്കാൻ യുക്രൈൻ തയ്യാറാണ്. അമേരിക്കയുടെ ശക്തി ഈ സാഹചര്യത്തെ സ്വാധീനിക്കുന്നതിൽ പ്രധാനമാണെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. നേതാക്കളുടെ തലത്തിൽ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നും ഇതിന് ത്രികക്ഷി യോഗം അനുയോജ്യമാണെന്ന് സെലൻസ്കി പറഞ്ഞു. അമേരിക്കയോടൊപ്പം വിശ്വസനീയമായ സുരക്ഷാ ഗ്യാരണ്ടികൾ ഉറപ്പാക്കാൻ യൂറോപ്യൻ നേതാക്കൾ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ട്രംപിന്റെ നീക്കങ്ങളിൽ സെലൻസ്കിക്ക് പൂർണ്ണ വിശ്വാസമില്ലാത്തതുകൊണ്ടാവാം യൂറോപ്യൻ നേതാക്കളുടെ സാന്നിധ്യം അദ്ദേഹം എടുത്തു പറഞ്ഞത്. യൂറോപ്യൻ നാറ്റോ നേതാക്കളുമായി സെലൻസ്കി മറ്റൊരു ചർച്ചയും നടത്തി. അലാസ്ക ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണയിലെത്തിയില്ലെങ്കിലും US മണ്ണിൽ പുടിന് രാജകീയ സ്വീകരണമാണ് ട്രംപ് നൽകിയത്. ചുവന്ന പരവതാനി വിരിച്ചിട്ട സ്വീകരണത്തിന് പുറമെ പ്രസിഡന്റിന്റെ ബീസ്റ്റ് കാറിലാണ് പുടിൻ ട്രംപിനൊപ്പം സഞ്ചരിച്ചത്. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെന്നാണ് പുടിൻ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. ഇനി യൂറോപ്യൻ പങ്കാളിത്തത്തോടെ കരാർ യാഥാർത്ഥ്യമാക്കാൻ സെലൻസ്കിയാണ് പരിശ്രമിക്കേണ്ടതെന്ന് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന് 7 മാസങ്ങൾ പിന്നിട്ടിട്ടും പുടിൻ വഴങ്ങാൻ തയ്യാറാകാത്തതിനാൽ ആ ലക്ഷ്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല. യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചർച്ചകൾ സമാധാന ഉടമ്പടിക്ക് കളമൊരുക്കുമോ എന്ന് ഉറ്റുനോക്കിയാണ് രാജ്യാന്തര സമൂഹം. ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ചയിൽ അന്തിമ കരാറിലെത്താനായില്ലെങ്കിലും ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാവുമെന്നുമായിരുന്നു ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അടച്ചിട്ട മുറിയിൽ 2.5 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കളുടെയും വാർത്താ സമ്മേളനം. നല്ല പുരോഗതി ചർച്ചയിലുണ്ടെന്ന് ഇരു നേതാക്കളും സൂചന നൽകിയായിരുന്നു. അടുത്ത ചർച്ച മോസ്കോയിൽ നടക്കുമെന്നാണ് സൂചന. അങ്ങനെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് തീരുമാനമുണ്ടാകാതെ ആ ചർച്ച അവസാനിക്കുകയായിരുന്നു. ചർച്ചയിൽ ട്രംപിനൊപ്പം അമേരിക്കൻ വിദേശ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും പുടിനൊപ്പം വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവും പങ്കെടുത്തിരുന്നു. ഉപദേശകരില്ലാതെ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ചർച്ച നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. 6 വർഷങ്ങൾക്ക് ശേഷമാണ് പുടിനും ട്രംപും കാണുന്നതും. അതേസമയം ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെങ്കിലും അന്തിമ കരാറിലേക്ക് എത്താനായിട്ടില്ലെന്നായിരുന്നു ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. വൈകാതെ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ചർച്ചയിലുണ്ടായ ധാരണകളെക്കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും നാറ്റോ നേതാക്കളുമായി സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പുടിനുമായി നേരിട്ടുള്ള ചർച്ച തുടരുമെന്നും സൂചനയും ട്രംപ് നൽകുകയും ചെയ്തു. ചർച്ചയിലുണ്ടായ പുരോഗതിയെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾക്ക് യുക്രൈനോ യൂറോപ്യൻ രാജ്യങ്ങളോ മുതിരരുതെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ റഷ്യയുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണം. യുക്രൈനിലെ നിലവിലെ സാഹചര്യങ്ങൾ റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.